അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ അർജൻറ്റീനൻ ടീം കേരളത്തിൽ കളിക്കാൻ വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ അർജൻറ്റീനയെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമെന്ത്? നിലവിൽ അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ അല്ല കേരളത്തിൻ്റെ ഫുട്ബോളിനുള്ളത്. കാരണം നമുക്കറിയാം, ഒരുപാട് ഫുട്ബോൾ ആരാധകരുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഫാൻ ബേസ് ഒക്കെ അതിനൊരു തെളിവാണ്. അപ്പോൾ എന്തിന് ഈ അർജന്റീനയെ എന്തുകൊണ്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ അർജന്റീൻ ടീമിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇതിനെല്ലാം കൂടി നല്ലൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ഉൾപ്പെടെ പലരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു മുടക്കുന്ന പൈസയുടെ 1/4 ഇവിടെ ഫുട്ബോൾ പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് സെൻറ്റർ, ടർഫ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കി പുതിയ തലമുറയിൽപ്പെട്ട യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന് അതിനവരെ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ അത് ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അർജന്റീന ഫാനുകളെ അല്ലെങ്കിൽ ഫാൻ ബേസ്, നമുക്കറിയാം അർജന്റീനയ്ക്ക് നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഒരു രാഷ്ട്രീയപരമായി മുതലെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചില ആൾക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ 100 കോടി രൂപയിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് ഇവിടെ ഒരു സ്റ്റേഡിയം, ഫുട്ബോളിന് വേണ്ടി സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, നമുക്കറിയാം കഴിഞ്ഞ മാച്ചിൽ അതിൻ്റെ കോൺക്രീറ്റ് പാളി ഇളകി അവിടുത്തെ കളി കാണാൻ വന്നവരുടെ തലയിൽ വീണ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു പ്രോപ്പർ സ്റ്റേഡിയം, അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്റർ, അതുപോലെ തന്നെ ട്രെയിനിങ് ഗ്രൗണ്ട് തുടങ്ങിയവ ഉണ്ടാക്കി ഇവിടുത്തെ കളിക്കാർക്ക്, പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കളിക്കാർക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം ഇങ്ങനെ ഒരു ടീം 2025 വന്ന് കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ച് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കാതെ, അതുപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് യുക്തിപരമായി ചിന്തിക്കുക. നിലവിൽ കേരളത്തിൽ ഇത്തരത്തിൽ അർജന്റീന ഫാൻസിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ അർജന്റീന ടീമിനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇല്ല. ഇപ്പം നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെയാണ് അവിടെ കുറച്ച് ഫുട്ബോളിന് പ്രചാരണം കിട്ടും. പക്ഷെ കേരളത്തിലെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കേരളക്കാരുടെ ബ്ലഡിലുണ്ട്. അപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കളിക്കാർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.